വാർത്തകൾ വിശദമായി. മണിപ്പൂരിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് NPP നേതാവ് കോൺറാഡ് സാങ്മ. NPP NDA വിട്ടതിന് പിന്നാലെയാണ് കോൺറാഡ് സാങ്മ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയത്. ബിരേൻ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ സംസ്ഥാന സർക്കാരിനുള്ള പിന്തുണ പുനഃസ്ഥാപിക്കുമെന്നും കോൺറാഡ് സാങ്മ വ്യക്തമാക്കി. സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപടിയെടുത്തില്ലെന്നും സാങ്മ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി BJP പ്രാദേശിക നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. കർഫ്യൂവും ഇന്റർനെറ്റ് നിരോധനവും ഉൾപ്പെടെ ഏർപ്പെടുത്തിയെങ്കിലും അക്രമങ്ങൾക്ക് കുറവില്ല. അക്രമം കൂടുതൽ വ്യാപിക്കുന്നത് തടയാൻ 7 ജില്ലകളിൽ നിലനിന്നിരുന്ന ഇന്റർനെറ്റ് നിരോധനം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. ഇംഫാൽ വെസ്റ്റിൽ കർഫ്യൂ ഉത്തരവ് അവഗണിച്ച് കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇന്റഗ്രിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി സർക്കാർ ഓഫീസുകൾ അടച്ചുപൂട്ടി. ലാംപെൽപാറ്റിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസ്, തക്നലിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോ റിസോഴ്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫീസ്, ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് വകുപ്പ് ഓഫീസ് എന്നിവ പ്രതിഷേധക്കാർ താഴിട്ട് പൂട്ടുകയായിരുന്നു. കുക്കി ഹമർ വിഭാഗത്തിനെതിരെ സൈനിക നടപടി ആവശ്യപ്പെട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ ഇംഫാലിലെ ഗൈരംബന്ദ് മാർക്കറ്റിൽ അനിശ്ചിതകാല സമരവും തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ സംസ്ഥാനത്തെ സുരക്ഷ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ 5000 ജവാന്മാരെ കൂടി മണിപ്പൂരിലേക്ക് അയക്കുമെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കലാപം ഏറ്റവും കൂടുതൽ പടർന്ന ജിരിബാം ജില്ലയിൽ CRPFന്റെ 15 കമ്പനി ജവാന്മാരെയും BSFന്റെ 5 കമ്പനി സൈനികരെയും കൂടി അയക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം വന്നത്. NIA ഏറ്റെടുത്ത കേസുകളിൽ വൈകാതെ അന്വേഷണം തുടങ്ങും. സംഘർഷത്തിലേക്ക് നയിച്ച 3 പ്രധാന സംഭവങ്ങളിലെ അന്വേഷണമാണ് NIA ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം NPP പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ BJPയിലെ കൂട്ടരാജിയും കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമിത് ഷായെ സാഹചര്യമേറെ സങ്കീർണമാണെന്ന് ഇന്നലത്തെ യോഗത്തിൽ ഉദ്യോഗസ്ഥർ ധരിപ്പിച്ചു. ആഭ്യന്തര മന്ത്രാലയം സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തും. മണിപ്പൂർ പോലീസിൽ നിന്ന് 3 പ്രധാന കേസുകളാണ് NIA ഏറ്റെടുത്തത്.